മുൻപിൽ കാണുന്ന ഈ ഒരു മനോഹരമായ ഇരുനില വീട് വെറും 20 ലക്ഷം രൂപക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നമ്മൾ അങ്ങനെ നമ്മുടെ മെയിൻ ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡോറ് തുറന്ന് നമ്മൾ നേരെ കയറി വരുമ്പോ തന്നെ നമ്മുടെ കണ്ണ് നേരെ പോവുക ഈ കാണുന്ന ആൾക്കാരേക്കാണ് കേട്ടാ. ഹലോ, ഹൈസം വ്ലോഗിന്റെ മറ്റൊരു പുത്തൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കുറഞ്ഞ ചെലവിൽ എന്ന ഒത്തിരി മനോഹരമായിട്ട് വീട് വെക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇമാനുവൽ ബിൽഡേഴ്സ് കൊച്ചുത്രേസ്യ ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപക്ക് മൊത്തത്തിൽ ഇന്റീരിയറും ഫർണിച്ചേഴ്സും ഒക്കെ ഉൾപ്പെടെ അടിപൊളിയായിട്ട് ചെയ്ത ഒരു ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടാ. പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. 1104 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു പുതുപുത്തൻ വീടിന്റെ ഹോം ടൂർ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഏകദേശം 4 സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിക്ക് തന്നെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലോട്ട് വരല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ നേരെ കാണുമ്പോൾ തന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ടും ടെക്സ്റ്റൈൽ ഡിസൈൻസ് ആണ് വരുന്നത്. മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലും കൂടാതെ ആ വിൻഡോന്റെ ഭാഗത്ത് ഒന്ന് എടുത്ത് കാണിക്കുന്ന തരത്തിൽ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്ററിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈൻസിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ബ്ലാക്ക് പെയിന്റിംഗ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഒരു ഷോ വോളിലോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മൾട്ടിപ്പിൾ കളർ തീമിൽ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ഒക്കെ ആണ് കേട്ടോ വരുന്നത്. ടെക്സ്ചറിലാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളിലോട്ട് വരാം. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ 2 സ്റ്റെപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്, അതിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. 2.50 × 1.10 ആണ് കേട്ടോ സിറ്റ് ഔട്ടിന്റെ സൈസ് വന്നിട്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഹോളിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹോളിലായിട്ടും ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ജോൺസന്റെ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 105 രൂപയാണ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഷോ വാളിൽ കൊടുത്ത സെയിം ഡിസൈനാണ് ഇവിടെ ഈ ഒരു പില്ലറിലായിട്ടും വരുന്നത് കേട്ടോ. അത് കുറച്ച് കുഞ്ഞു ഡിസൈൻ ആയിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കൂടാതെ ഒരു ഗ്രേ കളർ തീമും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടില്ലേ. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ആരാ വന്നതെന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ മെയിൻ ഡോറിലോട്ട് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഒറ്റ ഡോർ ആയിട്ടാണ് വരുന്നത്. പ്ലാവിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹാൻഡിലും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. നമ്മൾ അങ്ങനെ നമ്മുടെ മെയിൻ ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡോറ് തുറന്ന് നമ്മൾ നേരെ കയറി വരുമ്പോ തന്നെ നമ്മുടെ കണ്ണ് നേരെ പോവുക ഈ കാണുന്ന ആൾക്കാരേക്കാണ് കേട്ടാ. അല്ല, നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറി വന്ന് ഇവിടെ ഇപ്പൊ ഫർണിച്ചേഴ്സ് ഒന്നും കാണില്ലല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ. എന്നാലേ ഇതിപ്പോ കുറച്ച് സമയത്തിനുള്ളിൽ ഹൗസ് വാമിംഗ് ചെയ്യാൻ പോകുന്ന വീടാണ്. സോ ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നും ഇപ്പൊ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഹാളിലെ ലിവിംഗിന്റെ സ്പേസ് വന്നിട്ട് 2.50 × 3.80 സൈസിലാണ് കേട്ടോ. ഇനി ഡൈനിങ്ങിന്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ 2.0 × 3.20 സൈസിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇമാനുവൽ ബിൽഡേഴ്സിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ A to Z വർക്ക് ഇവർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു നമ്മുടെ ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു വർക്ക് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇവരാണ് ചെയ്യുന്നത്. ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ ഇവരുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫർണിച്ചേഴ്സിന്റെ കാര്യത്തിനൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഫർണിച്ചേഴ്സ് ഷോപ്പും ഇവർക്ക് തന്നെ വരുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒരു വീട് ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് തന്നെ വരാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ആ ഒരു ടെക്സ്റ്റൈൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിന് മാച്ച് ആകുന്ന തരത്തിലാണ് ഓരോ ഡിസൈനും വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കേട്ടോ ഒന്ന് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ആയിട്ടോ, 20 ലക്ഷം രൂപക്ക് ഈ ഒരു ഇന്റീരിയറും ഈ ഫർണിച്ചേഴ്സും ഉൾപ്പെടെ ഇത് സത്യം തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ ഒരുപാട് തവണ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സത്യമാണ് കേട്ടോ. ഈ ഒരു പ്ലോട്ടിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇരുന്നിലായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഹോളിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് അത്യാവശ്യം വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഈ ഒരു ആൾക്കാരന്റെ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റൈൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് ഫ്ലാറ്റ് ആയില്ലാന്നൊക്കെ തോന്നുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതേപോലെ സ്റ്റോറേജ് സിസ്റ്റം വരുന്നുണ്ട്. ഡ്രോയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ
ഇവിടെ നമ്മുടെ കബോർഡ്സ് അതുപോലെ തന്നെ വാർഡ്രോബ് ഈ ഒരു ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് കേട്ടാ. ഞാൻ മുന്നേ പറഞ്ഞു നമ്മൾ ഹോളിലോട്ട് കയറി വരുമ്പോൾ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു അൾത്താരാണ്. ഈ ഒരു അൾത്താറിനെ ഇത്രയും ഭംഗിയാക്കുന്നതിൽ മറ്റൊരു അടിപൊളി ഐറ്റം കൂടി ഉണ്ട്. അത് ഈ ഒരു ജിപ്സം സീലിംഗ് ആണ് കേട്ടോ. ഇതിൽ വന്ന ആ ഒരു കുഞ്ഞു ലൈറ്റ്സും നോക്കിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ഡിസൈൻ ആണെങ്കിലും മൊത്തത്തിൽ ഈ ഒരു ഹോളിന്റെ ഭംഗി നിർണ്ണയിക്കുന്നതിൽ ഒരു മെയിൻ പങ്ക് അതിനുണ്ട് കേട്ടോ. പിന്നെ ടോട്ടൽ 3 ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ താഴെ ഒരു ബെഡ്റൂമും മുകളിലായിട്ട് 2 ബെഡ്റൂമും ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും ഒത്തിരി ഭംഗിയായിട്ടും ആട്ടോ ചെയ്തിട്ടുള്ളത്. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ്. ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റിംഗ് മിറർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. നമ്മുടെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഇവിടെ ടൈല് ചേഞ്ച് ആവുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് 60 രൂപ വരുന്ന ടൈലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3.22 × 3.71 സൈസിലാണ് കേട്ടോ ഈ റൂം വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ വോളാണ് കേട്ടോ. വോൾ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ തീം ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴേ ഇവിടെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ 3 ബെഡ്റൂമിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 3 ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ബാത്റൂമിന്റെ വോളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. 2.12 × 1.2 സൈസിലാണ് കേട്ടോ ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് വളരെ കുഞ്ഞു കിച്ചണ്, പക്ഷെ ഒത്തിരി ഭംഗിയായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ. കിച്ചന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ വരും നമുക്ക് ഇനി കിച്ചൺ കാണാം. 2.50 × 2.12 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ വരുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് വരുന്നതെങ്കിലും മാക്സിമം കബോർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു അടിപൊളി കളർ തീമും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് C ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു റാക്ക് വരുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്ന് നമ്മുടെ ഈ ഒരു കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ടൈല് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. മാറ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ചിമ്മിണി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കബോർഡ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അത്യാവശ്യം വലിയ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു 2 ഭാഗത്തായിട്ടും ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ട് നമുക്ക് എന്താണോ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള ക്യാബിൻസ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ലെയറിന് മുകളിലായിട്ട് നോക്കിക്കേ, നല്ല വലിയ ക്യാബിനാട്ടോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റാക്കിന് താഴെയായിട്ട് നോക്കിയാൽ നമ്മുടെ പ്ലേറ്റ് ട്രേ തുടങ്ങിയിട്ട് ഓരോന്നിനുള്ള ക്യാബിൻസും നല്ല വലിയ ക്യാബിൻസ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല ക്വാളിറ്റി വർക്കാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടാണ് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ടും ഒക്കെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് അടുപ്പിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ മഴ നനയാതിരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാരാണോ? നിങ്ങൾക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട്. ഒരു വീട് ചെയ്യുന്നതിന്റെ A to Z കാര്യങ്ങൾ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇമാനുവൽ ബിൽഡേഴ്സ് ബെസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കിക്കൂടെ. അപ്പൊ നമുക്കിനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അതിനായിട്ട് നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഒതുക്കത്തിലാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നോക്കിയേ, ഇത് വന്നിട്ട് മഹാഗണി വുഡിൽ ജസ്റ്റ് ഒരു GI നമ്മൾ റെയിലിംഗ് കൊടുക്കൂലേ, അതേപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഡെഫൻ ഗ്ലാസ് ആണ്, സെയിം മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു സെയിം ഡിസൈനിനെ നോക്കിയാൽ ആ ഒരു ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹോളിൽ കാണുന്ന ഈ സെയിം ഫുൾ ബോഡി ടൈലാണ് നമ്മുടെ സ്റ്റെപ്പിലും കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ട് അല്ലെങ്കിൽ അയൺ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇവിടെയും ഒരു സ്പേസ് വരുന്നുണ്ട്. ഇതിന് താഴെയായിട്ടും ഇതേപോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇവിടെ ഹോളിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഹോളൊന്നും പറയാനില്ല, ജസ്റ്റ്
ഈസ്റ്റ് പാസേജ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. കൂടാതെ ഈ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റൂമിൽ കണ്ടില്ലേ, ആ ഒരു സെയിം ടൈൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സോ നമുക്ക് ഈ ഒരു ബെഡ്റൂംസ് ഒക്കെ നോക്കില്ലേ, വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീതി കുറച്ച് നീളത്തിലായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. 3.22 × 2.20 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മുടെ ടൈലൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ തീം ഒക്കെ ആണ് അല്ലേ. നമ്മുടെ ഈ ഒരു വാർഡ്രോബിലായിട്ട് തന്നെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ഡ്രോയർ ഒക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഉള്ള സ്പേസ് അനുസരിച്ച് ഭയങ്കര നീറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ബെഡ്റൂംസിന്റെ ഒക്കെ സെറ്റിംഗ്സ്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് തന്നെ ഈ ഒരു വോളാണ്. ഒരു ബ്ലൂവില് വൈറ്റ് കളറിൽ ഇതുപോലെ ലൈൻസ് ഒക്കെ വന്നപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ റൂമിലായിട്ടേ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഫ്ലോറിലായിട്ട് മാറ്റ് ആയിട്ടുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ടൈലൊക്കെ വിരിച്ചിട്ടുള്ളത്. നല്ല സൗകര്യം കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 1.50 × 1.2 സൈസിലാണ് കേട്ടോ ഈ ഒരു ബാത്റൂം വരുന്നത്. നമ്മൾ ഇനി നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഫോണിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു കളർ തീം. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രേയിൽ ഈ ഒരു വൈറ്റ് കളർ ലൈൻസ് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഷോള് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. കർട്ടൻ നിലവിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആ റൂമിൽ കണ്ടില്ലേ, ആ ഒരു സെയിം ഡിസൈനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് വോളിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 3.22 × 2.20 സൈസ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ. ഇവിടെ ഈ ഒരു ബെഡ്റൂമിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കില്ലേ. ഈ ബാത്റൂമിലായിട്ടും കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ വാഷേരിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ബാത്റൂമിലായിട്ടും ഡിഫറെന്റ് കളർ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 2.12 × 1.2 സൈസിലാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ. എൻഡിലായിട്ട് നോക്കിയാൽ ഇതുപോലെ തന്നെ വുഡിലും ടഫൻ ഗ്ലാസ്സിലുമാണ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. മഹാഗണി വുഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പില്ലറും വരുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ കണ്ട ഒരു കളർ തീം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. മെയിൻ ആയിട്ടും ഈ ഒരു ബഡ്ജറ്റിന് അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സിന്റെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള എല്ലാ വർക്കുകളും ഇവരെടുക്കും കേട്ടോ. ചെറുതും വലുതായിട്ടുള്ള എല്ലാ വർക്കും ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളും. നിങ്ങൾക്ക് ഓർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വർക്ക് അടിപൊളിയാവും.